ആരാണ് നീ? കാളി, അങ്ങ് എത്തിയോ? നമുക്കറിയാമായിരുന്നു സത്യങ്ങളറിയാൻ അങ്ങ് നമ്മെ സമീപിക്കുമെന്ന്. നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടിയല്ല ഇത്. നാം ഇലൻ, ഇന്ദ്രലോകത്തെ ഒരു ഗന്ധർവൻ. നമുക്കറിയാം അങ്ങേക്കിപ്പോ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാമെന്ന്. നമുക്കെന്താണ് അങ്ങയുടെ ജീവിതത്തിൽ കാര്യമെന്ന്. അങ്ങേക്ക് നമ്മെ അറിയണമെന്നില്ല, പക്ഷേ അങ്ങയെയും അങ്ങയുടെ പ്രണയത്തെയും നമുക്കറിയാം. എന്താണ് നീ പറഞ്ഞു വരുന്നത്? സത്യങ്ങൾ, അന്ധകാരത്താൽ മൂടപ്പെട്ടു പോയ ചില സത്യങ്ങൾ. അപ്പോൾ നീ എന്താണ് പറഞ്ഞിരുന്നത്? നാം അറിഞ്ഞതൊന്നും സത്യങ്ങളല്ല എന്നാണ്. അങ്ങനെ നാം ഒരിക്കലും പറയില്ല. അങ്ങ് കേട്ടത് നിർമ്മിക്കപ്പെട്ട സത്യങ്ങൾ, സത്യത്തിന്റെ ഇരുണ്ട വശങ്ങൾ. പിതാവേ, എന്തിനാണ് നമ്മെ വിളിപ്പിച്ചത്? നാമിന്റെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് എന്റെ വിവാഹം നടക്കണം. പിതാവേ, അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമാവാത്തതോ അതോ കാളിയാണോ കുമാരന്റെ പ്രശ്നം? പിതാവേ, അത് പിന്നെ നാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഒരു മാറ്റവുമില്ല. പിതാവേ, അങ്ങ് നമ്മോട് ക്ഷമിക്കണം. നമുക്ക് കാളിയല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. നമ്മുടെ വാക്കുകൾ ധിക്കരിക്കാൻ മാത്രം വളർന്നുവോ നീ? പിതാവേ, അങ്ങ് നമ്മോട് ക്ഷമിക്കണം. ഇന്ന് വരെ നാം അങ്ങ് പറഞ്ഞ ഒരു വാക്കും ധിക്കരിച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് പിതാവിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. എന്താണ് നീ പറയുന്നത്? ധിക്കാരി! അങ്ങ് നമ്മെ എത്ര അടിച്ചാലും ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും നമുക്ക് കാളിയെ ചതിക്കാനാവില്ല. അവനില്ലാതെ മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. അങ്ങനെയാണെങ്കിൽ നാം നിന്റെ കാളിയെ തന്നെ വധിച്ചാലോ? ആരിവിടെ? പ്രഭു, അരുത് പിതാവേ, അരുത്. നാം വേണമെങ്കിൽ അങ്ങ് പറയുന്നത് എന്തും അനുസരിക്കാം. പക്ഷെ കാളിയെ മാത്രം അങ്ങ് ഒന്നും ചെയ്യരുത്. കാളിയെ വെറുതെ വിടൂ. അപ്പോൾ നമ്മുടെ മകന് നമ്മെ അനുസരിക്കാനും അറിയാം. ആരിവിടെ? ഇവനെ കൊണ്ട് ഈ മുറിയിൽ കൂട്ടൂ. ഇനി വിവാഹത്തിനല്ലാതെ ഇവനെ പുറത്തുവിടരുത്. നമ്മെ എതിർത്തതിന്റെ ഫലമായി ഇവന് ഒരു തുള്ളി വെള്ളം പോലും നൽകരുത്. ജ്യേഷ്ഠ, നീ എന്താണ് ഇവിടെ? ആരെയെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകും. പൊക്കോളൂ. അങ്ങൊന്നുകൊണ്ടും പേടിക്കേണ്ട. ആരും നമ്മെ കണ്ടിട്ടില്ല. എന്ത് തെറ്റാണ് നാം ചെയ്തത്? സ്നേഹം ഒരു തെറ്റാണോ? നിനക്കും അത് തോന്നുന്നുണ്ടോ? നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും കാണാതെ ജ്യേഷ്ഠന്റെ അരികിലേക്ക് നാം വരില്ലായിരുന്നു. കാളി, അവൻ എവിടെയാണെന്ന വിവരം വല്ലതും നിനക്ക് ലഭിച്ചോ? അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. കാളിയെ കൊല്ലാൻ വേണ്ടി പിതാവ് ആളുകളെ അയച്ചിട്ടുണ്ട്. നാം പിതാവിനോട് പറഞ്ഞതല്ലേ വിവാഹത്തിന് നമുക്ക് സമ്മതമാണെന്ന്. എന്നിട്ടും പിതാവ് എന്തിനാ അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്? ജ്യേഷ്ഠ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങ് പൊക്കോളൂ. കാളിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കാളിയുമായി ഈ രാജ്യത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയി സന്തോഷമായി ജീവിക്കും. നാം പാപിയാണ്. നാഗലോകത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് സ്വന്തം മാതാവിന്റെ വാക്കുപോലും കേൾക്കാതെ ഞാൻ ഇവിടം തിരഞ്ഞെടുത്തു. സ്നേഹിച്ചവനെ
വിശ്വസിച്ചു. ഒടുക്കം ചതികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നാഗലോകത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് സ്വന്തം മാതാവിന്റെ വാക്കുപോലും ധിക്കരിച്ച് നമുക്കിനി ഈ ലോകത്ത് ജീവിക്കാൻ ഒരവകാശവുമില്ല. കളി കളി നമ്മെ വിട്ടു പോയോ? അങ്ങല്ലേ നമുക്ക് വാക്കു തന്നത്? നമ്മെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനില്ല. കാളിയില്ലാത്ത ഈ ലോകത്ത് ഈ ശിവയ്ക്കും സ്ഥാനമില്ല. ചതിക്കപ്പെട്ട കാളിയുടെ കഥ അതെല്ലാവർക്കും അറിയാം. പക്ഷേ നഷ്ടപ്രണയത്തിനു വേണ്ടി ജീവനൊടുക്കിയ ശിവയുടെ കഥ അതേത് ചരിത്രത്തിലും എഴുതപ്പെട്ടില്ല. അവൻ ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ചതിയനായി തീർന്നു. കഴിഞ്ഞ 9 ജന്മങ്ങളിലായി താൻ ചെയ്ത തെറ്റെന്തെന്ന് പോലും മനസ്സിലാക്കാതെ ശിവ മരിക്കപ്പെടുന്നു. ഈ ജന്മത്തിൽ അങ്ങും പുനർജനിച്ചു. ഇനി അങ്ങേക്ക് തീരുമാനിക്കാം, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണോ അതോ ഈ കാലചക്രത്തിൻ്റെ ഉള്ളിൽ നിന്നും അവന് മോക്ഷം നൽകണോ എന്ന്. ഇതെല്ലാം തന്നെ ഞാൻ അങ്ങയോട് പറയാനുള്ള കാരണം, ഒരു ചുഴിയിലകപ്പെട്ട ഇരു വ്യക്തികളാണ് നമ്മൾ. നഷ്ടം ഇരുവർക്കും തുല്യം. ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ ഇരുവരും ഒന്നിച്ചില്ലെങ്കിൽ എനിക്ക് വീണ്ടും എൻ്റെ പ്രണയത്തെ നഷ്ടമാവും. ഒരു യഥാർത്ഥ പ്രണയത്തിന് മാത്രമേ ശിവയെ അവൻ്റെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കൂ. ശിവ, നീ എപ്പോ വന്നു? എടാ ശിവ, അപ്പൊ ഞാൻ മരിക്കാൻ പോവാണില്ലേ? ഇനിയാകെ കുറച്ച് നാളേ ഉള്ളൂ അല്ലേ എനിക്ക്? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഞാനില്ലേ നിന്റെ കൂടെ. ശിവ, എനിക്ക് നിങ്ങൾ പറയുന്ന കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയില്ല. പക്ഷെ ഒന്നറിയാം, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ചതിക്കാനല്ല. സ്വപ്നങ്ങളിൽ എന്തോ കണ്ടുമറന്ന ഒരു മുഖം, അതിനെ ആദ്യം കണ്ടപ്പോഴുണ്ടായ ഒരു അതിശയം, അടുത്തറിഞ്ഞപ്പോഴുണ്ടായ ബഹുമാനം, അത് പിന്നീടൊരു പ്രണയമായി മാറി. പക്ഷേ എന്നെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു ഉള്ളിലെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ തന്നെ അറിയാതെ അങ്ങയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സോറി. നീ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നീ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എടാ നിങ്ങളെ ഞാനിതെന്താ കാണുന്നു? ഞാൻ ഉറക്കത്തിനൊന്നല്ലല്ലോ. ഇവന്മാരിതെപ്പ സെറ്റായി? എന്താടാ അവിടെ നിന്ന് ഉണ്ട കണ്ടിട്ട് നോക്കുന്നേ? ഒന്നുമില്ല എന്തേട്ടാ, ഞാൻ ഇതുവഴി ചുമ്മാ വന്നപ്പോ അറിയാതൊന്ന് നോക്കിയതാ. അല്ല, നിങ്ങളെപ്പോ സെറ്റായി? അത് കുറച്ചു നേരമായിട്ടുള്ളൂ. ഓ, അപ്പൊ നീയും അറിഞ്ഞു? അപ്പൊ ഞാൻ മാത്രമേ അറിയാത്തുള്ളൂ? ഞാനെന്താ പൊട്ടനാണോ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ.